ഹലോ, ഞാൻ ഡോക്ടർ സുഹൈല. നമ്മുടെ നാട്ടിലിപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു അസുഖമാണ് താടവീക്കം അല്ലെങ്കിൽ മുണ്ടിനീര് അഥവാ മംസ് എന്ന് പറയുന്ന അസുഖം. ശരിക്കും എന്താണ് ഈ മംസ്? നമ്മുടെ ചെവിയുടെ സൈഡിലായിട്ട് ഒരു ഉമിനീർ ഗ്രന്ഥിയുണ്ട്. പരോട്ടിഡ് ഗ്ലാൻഡ് എന്നാണ് അതിൻ്റെ പേര്. ഈ പരോട്ടിഡ് ഗ്ലാൻഡിന് വരുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നീർക്കെട്ടിനെയാണ് നമ്മൾ മുണ്ടിനീര് അഥവാ താടവീക്കം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് 5 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. എന്നാൽ അഡൾട്ട്സിലും കണ്ടുവരാറുണ്ട്. കോമൺ ആയിട്ടുള്ളത് കുട്ടികളിലാണ് എന്നാണ് പറഞ്ഞത്. ഇതൊരു വൈറൽ ഡിസീസാണ്. മിക്സോ വൈറസ് പരോട്ടിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു വൈറസാണ് ഇതിൻ്റെ രോഗമാണ്. അതുകൊണ്ട് തന്നെ വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇത് സ്പ്രെഡ് ചെയ്യാൻ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും. അതേപോലെ തന്നെ ഇതൊരു എയർബോൺ ഡിസീസ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രോഗമുള്ള ആൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ മൂക്കിൽ നിന്ന് വരുന്ന ഡിസ്ചാർജും അതുപോലെ നമ്മുടെ ഉമിനീര് ഇതിൽ നിന്നൊക്കെ നമുക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് അവരുപയോഗിച്ച സാധനങ്ങൾ, രോഗമുള്ള ആൾക്കാർ ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിക്കുക. അവരുടെ ടവല്, അവരുടെ ഗ്ലാസ്, അവരുടെ പാത്രങ്ങൾ, ഇതെല്ലാം ഉപയോഗിക്കുന്നതിലൂടെയൊക്കെ മംസ് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം വരുന്നത് ഒരു ചെറിയ പനിയും ചെവിയുടെ സൈഡിലായിട്ട് മുഖത്തിൻ്റെ സൈഡിലായിട്ട് ഇവിടെ വരുന്ന ചെറിയ സ്വെല്ലിങ്ങും ഒക്കെ ആയിരിക്കും ആദ്യം വരുന്ന ലക്ഷണങ്ങൾ. പിന്നെ ചെവി വേദന ഉണ്ടാകും, തലവേദന ഉണ്ടാകും. ഇതൊക്കെയാണ് ആദ്യം വരുന്ന ലക്ഷണങ്ങൾ. പിന്നെ ഇതിൻ്റെ വീക്കം കൂടി വരും. പനി നല്ല സിവിയർ ആയിട്ടുള്ള പനിയായിട്ട് മാറും. പിന്നെ ചവക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകും, വായ തുറക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകും. ഇതെല്ലാം നല്ല ബുദ്ധിമുട്ടായി വരും, നല്ല തലവേദന വരും. അതിൻ്റെ കൂടെ തന്നെ നല്ല ബോഡി പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശരീരവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ജലദോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ആണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ളൊരു ഡിസീസാണ്, പെട്ടെന്ന് തന്നെ സ്പ്രെഡാകും. ഇനി ഇത് എപ്പോഴാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പീരീഡ് ഉണ്ട്. അതായത് ഈ വീക്കം തുടങ്ങുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേയും വീക്കം തുടങ്ങി ഒരു 5-6 ദിവസം വരെ ഒക്കെയാണ് ഇത് പകരാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ പറയുന്നത് ഒരു ഇൻക്യുബേഷൻ പീരീഡാണ്. ഇതിൻ്റെ നമ്മുടെ ബോഡിയിൽ ഈ മംസിൻ്റെ വൈറസ് കയറിയിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് വരെയുള്ള ഒരു സമയമുണ്ട്. ഒരു 18 ദിവസമാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഈ വൈറസ് കയറി ഒരു 18 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. ലക്ഷണങ്ങൾ ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് സിവിയർ ആയിട്ടുള്ള പനി ഉണ്ടാകും. ആ പനി ഒരു 2-3 ദിവസം കൊണ്ട് കുറഞ്ഞു വരും. പക്ഷേ താടവീക്കം ഒരു 2 ആഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കും. ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കും. ഇമ്മ്യൂണിറ്റി കുറച്ച്, അതായത് പ്രതിരോധശേഷി കുറച്ച് ഉള്ള കുട്ടികളാണെങ്കിൽ, കുറച്ച് പ്രതിരോധശേഷിയുള്ള കുട്ടികളാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് കുറയും. പക്ഷേ ചിലരിൽ ഇത് 2 ആഴ്ച വരെ നീണ്ടു നിൽക്കും എന്നാണ് 2 ആഴ്ച വരെ നീണ്ടു നിൽക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടികൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നല്ല കെയർ കൊടുക്കുക, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഒരു ഡ്രഗൊന്നും ഇതിനില്ല. അതുകൊണ്ട് സിംറ്റം വെച്ചിട്ട് സിംറ്റത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതിന് നല്ല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് മംസിന്. കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർക്കൈറ്റിസ് വരാം. ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളിലാണെങ്കിൽ അവർക്ക് ടെസ്റ്റിസിന് വരുന്ന ഇൻഫെക്ഷനാണ്. ടെസ്റ്റിസിന് വീക്കം വരാം, വേദന വരാം. ഇതൊക്കെയാണ് ഓർക്കൈറ്റിസിൻ്റെ സിംറ്റംസ്. അതായത് അവർക്ക് സ്പേം കൗണ്ട് വരെ കുറയാം. അത് ഭാവിയിൽ വന്ധ്യത വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ ഓവറിയെ ബാധിച്ചിട്ട് ഓഫറൈറ്റിസ് വരാം. അതുപോലെ മെനിഞ്ചൈറ്റിസ്, നമ്മുടെ തലച്ചോറിൻ്റെ കവറിങ് ആയിട്ടുള്ള മെനിഞ്ചസിന് ഇൻഫെക്ഷൻ വന്നിട്ട് മെനിഞ്ചൈറ്റിസ് വരാം. പാങ്ക്രിയാസിന് ഇൻഫെക്ഷൻ വരും, പാങ്ക്രിയാറ്റൈറ്റിസ് വരാം. ചില കണ്ടീഷനിൽ CSFനെ വരെ ബാധിക്കാം. നമ്മൾ ഈ മംസ് വന്ന കുട്ടികളിൽ ചില സമയത്ത് ശക്തമായ തലവേദന, പനി, അതുപോലെ തന്നെ അവർക്ക് പിച്ചും പേയും പറയുക, ഛർദിൽ, വയറുവേദന, വയറിളക്കം, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ അവർക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക.
ഇതൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം വന്നേക്കാം. കുട്ടികളെ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക, വൈറ്റമിൻ സി ഉള്ള ഫുഡ് നന്നായിട്ട് നല്ല രീതിയിൽ കഴിക്കുക. ഓറഞ്ച്, മുസമ്പി, അതുപോലെ ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ കുട്ടികളെ ബാക്കിയുള്ളവരുമായിട്ട് വരുന്ന സമ്പർക്കം മാക്സിമം ഒഴിവാക്കുക. കാരണം ബാക്കിയുള്ള കുട്ടികൾക്കും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം മാക്സിമം ഒഴിവാക്കുക. പിന്നെ ടവല്, ഗ്ലാസ്, പാത്രങ്ങൾ ഇതെല്ലാം അവർക്ക് സെപ്പറേറ്റ് ഉപയോഗിക്കുക. ലിക്വിഡ് ഫോമിൽ അല്ലെങ്കിൽ സെമി സോളിഡ് ഫോമിലുള്ള ഫുഡുകൾ, സൂപ്പ്, കഞ്ഞി, ഇതുപോലെ ജ്യൂസ്, ഇതുപോലെയുള്ള ഫുഡൊക്കെ കഴിപ്പിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിപ്പിക്കുക. പുളിപ്പുള്ള ഭക്ഷണം മാക്സിമം ഒഴിവാക്കുക. ഇതൊക്കെയാണ് മംസുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ സിംറ്റം വെച്ചിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്.